നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. UDFന് എത്ര, LDFന് എത്ര, BJP അക്കൗണ്ട് തുറക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി വരാം. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ, NDയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. ഇക്കുറി അവിടെ നിന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കാസർഗോഡിലേക്കാണ്. കാസർഗോഡിൽ നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി ML അശ്വനി ആയിരുന്നു. 76.04 പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. കാസർഗോഡിൽ നിന്ന് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താനെ മലർത്തിയടിച്ചുകൊണ്ട് MV ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂർ 77.21 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി K സുധാകരനായിരുന്നു, KPCCയുടെ അധ്യക്ഷനായിരുന്നു. MV ജയരാജനായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി C രഘുനാഥായിരുന്നു. കഴിഞ്ഞ തവണ ധർമ്മടത്ത് നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച C രഘുനാഥായിരുന്നു ഇക്കുറി അവിടുത്തെ NDയുടെ സ്ഥാനാർത്ഥി. കണ്ണൂരിൽ നിന്ന് ഇക്കുറി MV ജയരാജൻ ജയിച്ച് പോകും ലോക്സഭയിലേക്ക്. അതായത് LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് വടകര മണ്ഡലത്തിലേക്കാണ്. 78.41 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വടകരയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം എന്നത് മാത്രമല്ല, ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു മണ്ഡലം കൂടിയാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, NDയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇക്കുറി അവിടെ നിന്ന് ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടിലേക്കാണ്. കോഴിക്കോടിൽ 75.52 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവിടെ നമുക്കറിയാം MK രാഘവനായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി അവിടെ എളമരം കരീമായിരുന്നു. ഒപ്പം MT രമേശ് ആയിരുന്നു NDയുടെ സ്ഥാനാർത്ഥി. അവിടെ നിന്ന് ഇക്കുറി എളമരം കരീം LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാടിലേക്ക്. പാലക്കാടിൽ 73.57 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവിടുത്തെ നിലവിലെ സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ, LDFന്റെ സ്ഥാനാർത്ഥി A വിജയരാഘവൻ, C കൃഷ്ണകുമാർ ആയിരുന്നു NDയുടെ സ്ഥാനാർത്ഥി. ഇക്കുറി A വിജയരാഘവൻ എന്ന LDFന്റെ കരുത്തനായ നേതാവ് അവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലത്തൂർ മണ്ഡലത്തിലേക്ക്. ആലത്തൂരിൽ 73.42 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. LDFന്റെ സ്ഥാനാർത്ഥി അവിടെ K രാധാകൃഷ്ണനായിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആയിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി സരസു ആയിരുന്നു. ഇക്കുറി അവിടെ നിന്ന് LDF സ്ഥാനാർത്ഥി അവിടുന്ന് K രാധാകൃഷ്ണൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. എല്ലാ കണ്ണുകളും തൃശ്ശൂരിലാണ്. BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ തുടക്കം മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. തൃശ്ശൂരിൽ 72.90 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ ആയിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥി K മുരളീധരനായിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപിയെ ഇക്കുറിയും തൃശ്ശൂരുകാർ കൈവിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. K മുരളീധരനും രക്ഷയില്ല. ഇക്കുറി അവിടെ നിന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജയിച്ച് കയറും. തൃശ്ശൂരിന്റെ MP ആയി ലോക്സഭയിൽ VS സുനിൽകുമാർ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടിയുടെ ഒഴുക്ക് ആർക്ക് അനുകൂലമെന്ന് പരിശോധിക്കാം. 71.94 പോളിംഗ് രേഖപ്പെടുത്തിയ ചാലക്കുടിയിൽ UDFന്റെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനായിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആയിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി BDJS നേതാവ് ഉണ്ണികൃഷ്ണനായിരുന്നു. ഇക്കുറി അവിടെ നിന്ന് പ്രൊഫസർ C രവീന്ദ്രനാഥ് LDFന്റെ കാൻഡിഡേറ്റ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. 66.55 പോളിംഗ് രേഖപ്പെടുത്തിയ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആയിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് ആയിരുന്നു. ഇക്കുറി അവിടെ നിന്ന് ഈ ഇടുക്കിയിൽ നിന്ന് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു അവിടുത്തെ നിലവിലെ MP. അദ്ദേഹത്തെ മലർത്തിയടിച്ചുകൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ലോക്സഭയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് 65.61 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. UDFന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനായിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണ്ഡലം അത് LDFന്റെ മണ്ഡലമാണ്. LDF MP ആണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. സിറ്റിംഗ് MP അവിടെ തോമസ് ചാഴിക്കാടനായിരുന്നു. കഴിഞ്ഞ തവണ ഇവിടുന്ന് ജയിച്ചു പോയതിൽ ഏറ്റവും അധികം MP ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്പർ 1 ഒരു MP ആയിരുന്നു തോമസ് ചാഴിക്കാടൻ. അതുകൊണ്ട് തോമസ് ചാഴിക്കാടനെ ജനങ്ങൾക്ക് കൈവിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോട്ടയത്ത് നിന്ന് തോമസ് ചാഴിക്കാടൻ ജയിച്ചു പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയുടെ മണ്ണിലേക്ക്. ആലപ്പുഴയിൽ 75.05 പോളിംഗ് രേഖപ്പെടുത്തിയത്. KC വേണുഗോപാലായിരുന്നു അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി. ദേശീയ നേതാവാണ്.
എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ AM ആരിഫായിരുന്നു. NDയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനായിരുന്നു. നമുക്കറിയാം AM ആരിഫ് അവിടുത്തെ സിറ്റിംഗ് MP ആണ്. MP എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ അതുപോലെ തന്നെ മണിപ്പൂർ വിഷയത്തിലൊക്കെ AM ആരിഫിൻ്റെ അതിശക്തമായ ശബ്ദം ലോക്സഭയിൽ മുഴങ്ങിയത് നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ KC വേണുഗോപാലിനെ മലർത്തിയടിച്ചുകൊണ്ട് AM ആരിഫ് തന്നെ ഇനിയും ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മാവേലിക്കരയിലേക്ക്. 65.95 പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, UDFിൻ്റെ സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി CA അരുൺകുമാർ, ബൈജു കലാശാലയായിരുന്നു NDയുടെ സ്ഥാനാർത്ഥി. കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറി പരാജയം എന്താണെന്ന് അറിയും. മാവേലിക്കരയിൽ നിന്ന് അരുൺകുമാർ എന്ന ചെറുപ്പക്കാരൻ ലോക്സഭയിലേക്ക് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ടയുടെ മണ്ണിൽ 63.37 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആന്റണി ആയിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. LDFിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, NDയുടെ സ്ഥാനാർത്ഥി AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി ആയിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ അവിടെ നടന്നിരുന്നു. അവിടെ ഇക്കുറി അനിൽ K ആന്റണിക്കും അതുപോലെ തന്നെ ആന്റണിക്കും ഒരു രക്ഷയുമില്ല. 2 ആന്റണിമാരെയും തകർത്തടിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് ലോക്സഭയിലേക്ക് പത്തനംതിട്ടയുടെ MP ആയി പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ്. 69.48 പോളിംഗ് രേഖപ്പെടുത്തിയ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ആയിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. LDFിൻ്റെ സ്ഥാനാർത്ഥി V ജോയി ആയിരുന്നു. V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു അവിടുത്തെ NDയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവിടെയും നല്ല മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ആറ്റിങ്ങലിൽ ഇക്കുറി V ജോയി ജയിച്ച് ലോക്സഭയിലേക്ക് പോകും. ആറ്റിങ്ങലിലെ MP അത് V ജോയി ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ഇക്കുറി NK പ്രേമചന്ദ്രൻ തന്നെ ജയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളത്ത് ഇക്കുറി ഹൈബീഡനും അതുപോലെ തന്നെ ഷൈൻ ടീച്ചറും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുമെങ്കിലും അവിടെ UDFിന് മുൻതൂക്കമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ അബ്ദുൾ സമദ് സമദാനി പൊന്നാനി പിടിക്കുമെന്ന് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മലപ്പുറത്തുനിന്ന് ET മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് ജയിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയും ജയിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ UDFിന് സാധ്യത പറഞ്ഞ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാകും നടക്കുക. വലിയ ഭൂരിപക്ഷം ഒന്നും UDFിൻ്റെ ജയിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം കരുത്തുറ്റ നേതാക്കൾ, LDFിൻ്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. മാത്രവുമല്ല വയനാടിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാകും. റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ LDF ആ സീറ്റ് പിടിച്ചടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ 16 സീറ്റ് LDFിന് വരും. പക്ഷേ LDFിൻ്റെ ആ അവസാന ഒരു സീറ്റ് കിട്ടാൻ ഈ പറയുന്നത് പോലെ റിസൾട്ടൊക്കെ വന്ന് 14 ദിവസത്തിന് ശേഷം രാഹുൽ ഗാന്ധി ആ വയനാട് ഒഴിഞ്ഞുകൊടുത്ത് രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് LDF ആ സീറ്റ് പിടിച്ചടക്കും എന്നത് തന്നെയാണ്. എന്തായാലും ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാകും. മാത്രവുമല്ല ഇവിടുന്ന് ഈ പറയുന്ന പോലെ നമുക്കറിയാം ആരൊക്കെ ജയിച്ചു പോയാലും 20 പേർ അത് ഇന്ത്യ മുന്നണിയിൽ തന്നെ കാണും. BJPയുടെ എല്ലാ പ്രതീക്ഷകളും തകരുകയാണ്. സുരേഷ് ഗോപി ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ചാണ് BJP ഈ ഇലക്ഷനെ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിയത്. പക്ഷേ ഒരു അക്കൗണ്ട് പോലും തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പ്രതീക്ഷ വെച്ചവരൊക്കെ തള്ളിപ്പോകും എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിയാക്കും ജയിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് മോദി ഗ്യാരണ്ടി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ആ ഗ്യാരണ്ടിയിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീഴില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കും പ്രവചിക്കാം ഈ 20 സീറ്റിൽ ആരൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, 20 സീറ്റുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വാർത്തയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും എന്തൊക്കെ വന്നാലും ഇക്കുറി LDF തരംഗം തന്നെയാണ് കേരളത്തിൽ ആഞ്ഞടിക്കാനുള്ള സാധ്യത. കാരണം LDFിനെ സംബന്ധിച്ച് 2 സീറ്റിന് മുകളിൽ പിടിച്ചാലും LDFിന് വലിയ ഒരു മുന്നേറ്റമാണ്. കാരണം കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമേ LDFിന് ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം UDFിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാൻ 18 സീറ്റല്ല 19 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയേ മതിയാകൂ. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നിലവിലില്ല. രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊന്നും അവർക്ക് വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂവെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി UDFിന് അനുകൂലമായൊരു ട്രെൻഡ് വീശിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പുറത്തു വരാൻ പോകുന്ന റിസൾട്ടുകൾ, ആ റിസൾട്ടിൽ വീഴാൻ പോകുന്നത് നിസാരക്കാരല്ല, വമ്പന്മാരാണ്. KCയും K സുധാകരനും അടക്കം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തോറ്റു തുന്നം പാടുന്ന റിസൾട്ടാകും പുറത്തു വരിക. K സുധാകരൻ തോറ്റാൽ കേരളത്തിലെ കോൺഗ്രസ് തോറ്റതിന് തുല്യമാണ്.
എവിടെ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണൂര് കോൺഗ്രസിന് പിടിച്ചേ മതിയാകൂ. അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് തീർന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേകൾ വന്ന സമയം മുതൽ, പ്രീപോൾ സർവേകൾ വന്ന സമയം മുതൽ കണ്ണൂര് അത് എം വി ജയരാജനൊപ്പമാണെന്ന് പറഞ്ഞതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും എം വി ജയരാജനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവിക്കാൻ പോകുന്നത് 15 സീറ്റ് LDFന്, UDFന് 5 സീറ്റ്, BJPക്ക് 0 എന്ന നിലയാകും ജൂൺ 4-ന് റിസൾട്ട് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുക.